പട്ടിണി യുദ്ധായുധമാക്കിയുള്ള ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിക്കിടെ പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം 200 കടന്നു. 24 മണിക്കൂറിനിടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർ കൂടി പട്ടിണി കൊണ്ട് മരിച്ചു. ഖാൻ യൂനിസിൽ എയർ ഡ്രോപ്പ് വഴിയുള്ള സഹായ കിറ്റ് തലയിൽ വീണ് ഒരു കുട്ടി മരിച്ചു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 148 പലസ്തീനികളെയാണ് ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കൊന്നത്. ഇവരിൽ 87 പേരും ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിൽ സഹായം തേടിയെത്തിയവരാണ്. ഗസ പൂർണ്ണമായും കൈവശപ്പെടുത്താനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവർത്തിച്ചു. MC നാസർ ചേരുന്നുണ്ട്. നാസർ, ഒരു ഇഞ്ച് പോലും പുറകോട്ടില്ലെന്ന് പറഞ്ഞ് നെതന്യാഹു നിൽക്കുന്നു. അതേസമയം അത്രയധികം ആക്രമണം അഴിച്ചുവിടുകയും ഒപ്പം തന്നെ പട്ടിണി കിടന്ന് ഭക്ഷണം പോലും ഇല്ലാതെ മനുഷ്യർ മരിക്കുന്നത് തുടരുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഗസയിൽ നിന്നുള്ളത്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗസയിൽ? തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള മനുഷ്യ കുരുതി നിർബാധം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ഇനിയും വിപുലമായ തോതിലുള്ള സൈനിക നടപടികളിലേക്ക് താൻ നീങ്ങുകയാണ് എന്നൊരു പ്രഖ്യാപനമാണ് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഗസയിൽ നമുക്കറിയാൻ സാധിക്കും, പിന്നിട്ട് 22 മാസമായിട്ട് ആക്രമണം നടക്കാത്ത ഒരു പ്രദേശം പോലും ബാക്കിയില്ല. പക്ഷേ ഇനിയും കൂടുതൽ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങി അതിശക്തമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതി തന്നെയാണ് നെതന്യാഹു ആവിഷ്കരിച്ചു വരുന്നത്. സൈനിക മേധാവി പോലും ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇന്നലെയും ഇന്നുമായി നടന്ന സുരക്ഷാ സമിതി യോഗത്തിൽ സൈനിക മേധാവി വ്യക്തമാക്കി ഒരു കാര്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബന്ദികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്. അവരുടെ മൃതദേഹം മാത്രമായിരിക്കും ഇനി ഒരു വശം നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ സൈനികർക്ക് ആളപായം സംഭവിക്കുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെടും. കാരണം ഹമാസിനെ നാം കരുതുന്നത്ര ചെറുതായിട്ട് കാണേണ്ടതില്ല. അതിശക്തമായിട്ട് ഒരു പോരാട്ട വീര്യത്തിൽ തന്നെയാണ് ഹമാസ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് സൈനിക മേധാവി നൽകിയത്. പക്ഷേ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ തന്റെ പ്ലാൻ എന്നത് സൈനികമായിട്ട് പൂർണ്ണമായിട്ടും ഗസയെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ നീങ്ങണമെന്ന നിർദ്ദേശമാണ് നെതന്യാഹു ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള സ്മോട്രിക്കും അതോടൊപ്പം തന്നെ ബെൻഗവിറും നൽകിയിരിക്കുന്ന വലിയ തോതിലുള്ള ഒരു പിന്തുണയുണ്ട്. ആ പിന്തുണയോട് കൂടി ബലത്തിലാണ് കൂടുതൽ ശക്തമായി തന്നെ അഞ്ഞടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് 100 കണക്കിന് മനുഷ്യരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിലും അധികവും സ്ത്രീകളും കുട്ടികളുമാണ്. അതോടൊപ്പം തന്നെയാണ് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട വെടിവെപ്പ്. ആ വെടിവെപ്പ് നിർബാധം തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്നും നിരവധി പേരാണ് ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അമേരിക്കയുടെ ഇസ്രായേലിലുള്ള അംബാസഡർ വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ കുറ്റമറ്റ രീതിയിലാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ ചുവടെയുള്ള ഭക്ഷ്യ വിതരണം നടക്കുന്നത് എന്ന വളരെ ബാലിശമായിട്ടുള്ള ഒരു അശ്ലീലം കലർന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അമേരിക്കൻ അംബാസഡർ നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു വെടിനിർത്തലിനുള്ള ഒരു സാധ്യത ഇനി കുറവാണ്. അതുകൊണ്ട് ഗസയെ പൂർണ്ണമായിട്ടും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നെതന്യാഹുവിന്റെ നീക്കം അത് ഇസ്രായേലാണ് അത്തരം ഒരു കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത്. എന്തായാലും അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ മറ്റൊന്നും ചെയ്യാനില്ല എന്ന അർത്ഥത്തിലുള്ള പൂർണ്ണമായിട്ടും ഈ ഒരു സൈനിക നീക്കത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കൻ അംബാസഡറും സംസാരിക്കുന്നത്. കൂടുതൽ ഭക്ഷ്യ വസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ വിതരണ കേന്ദ്രങ്ങൾ രൂപപ്പെടുത്താനും തന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടാവുമെന്ന് മാത്രമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഇസ്രായേലിലുള്ള അംബാസഡർ വ്യക്തമാക്കിയിരിക്കുന്നത്. ധന്യ.